3 ദിവസം ട്രെയിനിൽ കുളിക്കാതിരുന്നിട്ടുണ്ടോ? അതൊരു വല്ലാത്ത അനുഭവമായിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. ഞങ്ങൾ ഇരുന്നതാ എറണാകുളം മുതൽ ന്യൂഡൽഹി വരെ രാജധാനി എക്സ്പ്രസിൽ കുളിക്കാനായിട്ടുള്ള സൗകര്യങ്ങളും ബാത്റൂമുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ അസാധ്യമായിട്ടുള്ള വൃത്തി കാരണം ആ പരിസരത്തോട്ടേ പോയില്ല. അതിലും ഭേദം കുളിക്കാതിരിക്കുന്നതെന്ന് കരുതി കുളിക്കാതിരുന്ന് 40 മണിക്കൂർ കൊണ്ട് എത്തേണ്ട എറണാകുളം ന്യൂഡൽഹി യാത്ര 46 മണിക്കൂർ എടുത്ത് ട്രെയിനും ഡിലേ ആയി. അങ്ങനെ എന്റെ അമ്മ അങ്ങനെ അവസാനം നമ്മൾ ഡൽഹി എത്തി. ഇനി എന്താ പരിപാടി എന്ന് പറഞ്ഞാൽ നേരെ പോയി ഹോട്ടൽ എടുക്കണം. ഹോട്ടലിൽ പോയി ഒന്ന് കുളിക്കണം. കുളിച്ചതിന് ശേഷം നമുക്ക് ഇന്ന് റെസ്റ്റ് എടുത്തിട്ട് നാളെ നമ്മൾ കശ്മീരിലേക്ക് പോകും. ശ്രീനഗറിലേക്കാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ഇവിടെ നമ്മൾ ആദ്യം ജമ്മുവിലേക്കാണ് പോകുന്നത്. അതിനുശേഷം നമ്മൾ കശ്മീരിൽ പോകും, അവിടെ ലഡാക്കിൽ പോകും. സ്വാഗതം മറ്റൊരു വീഡിയോയിലേക്ക്. കേറിയോ? എന്താല്ലേ, ഒരാൾക്കാർ വന്ന് ഇറങ്ങുന്നു, അന്നേരം തന്നെ നമ്മൾ അടുത്തത് കയറുന്നു. ബഹളമായിരുന്നു ഇവിടെ പുറത്ത്. അയ്യോ, ഇവിടെ റെയിൽവേ സ്റ്റേഷനകത്ത് വണ്ടി ചുമ്മാ കയറ്റി ഇറക്കണമെങ്കിൽ എയർപോർട്ടിലെ പോലെ തന്നെ പൈസ കൊടുക്കണം. ഓല ആൻഡ് ഉബർ 30 രൂപ. പ്രൈവറ്റ് ടാക്സികൾക്ക് ഫ്രീ. അതൊക്കെ എന്നാ പരിപാടിയല്ലേ? പ്രൈവറ്റ് കാറുകൾക്ക് ഫ്രീയും എയർപോർട്ടിലും അതേപോലെയാ. ഓലയും ഉബറും പൈസ കൊടുക്കണം. ശരിക്കും നേരെ തിരിച്ചല്ലേ ആക്കേണ്ടത്? ടാക്സികൾക്ക് ഫ്രീ ആക്കിയിട്ട് പ്രൈവറ്റ് വണ്ടികൾക്ക് പൈസ വാങ്ങുകയല്ലേ വേണ്ടത്? അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? എനിക്കറിയത്തില്ല അതെന്താണ് അങ്ങനെ. ഇന്നത്തെ കുട്ടൻസ് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ കൊച്ചി എയർപോർട്ടിലും അങ്ങനെ വാങ്ങുന്ന കാണാം. നമ്മുടെ ബാഗൊക്കെ വെച്ചിരിക്കുന്നത് കണ്ടില്ലേ, ഫ്രണ്ടിലത്തെ സീറ്റിലാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്കിൽ CNG ഗ്യാസ് ഫില്ല് ചെയ്യുന്ന ടാങ്കുണ്ട്. അതുകൊണ്ട് ബാഗൊക്കെ ആയിട്ട് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അത് വെക്കാൻ സ്ഥലമില്ല. ഈ ബാഗും 3 ആൾക്കാരും കൂടെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ഞാൻ ആലോചിക്കുന്നപ്പോൾ. ഞങ്ങളിപ്പോൾ നിസാമുദ്ദീൻ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി മറ്റേ ഹുമയൂൺ സ്റ്റോപ്പിൻ്റെ ആ ഒരു ഏരിയ ഒക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ സക്കീർ ഹുസൈൻ മാർഗിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഋഷി ഫസ്റ്റ് ടൈം ആണോ ഡൽഹിയിൽ? പിന്നെ ഇപ്പം ഉണ്ടോ? നമ്മൾ INB ട്രിപ്പിനിടയ്ക്ക് വന്നായിരുന്നല്ലേ? അവൻ മറന്നു പോയിക്കണം, അവൻ ഓർമ്മ ഉണ്ടാവില്ലല്ലോ അതൊന്നും. ഇത് മറ്റേ ഇന്ത്യ ഗേറ്റിന്റെ ആ ഒരു സമീപത്തുള്ളൊരു ചിൽഡ്രൻസ് പാർക്ക് ഏരിയ ആണ്. ആ ഒരു ചിൽഡ്രൻസ് പാർക്ക് ഏരിയ ഋഷി കണ്ടുപിടിച്ച്. നമ്മളെ കേരള ഹൗസിന്റെ ഒക്കെ ഭാഗത്തൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗുജറാത്ത് ഹൗസ് ഒക്കെ ഞാൻ കണ്ടു. ഇത് നമ്മുടെ ഇന്ത്യ ഗേറ്റ് കറങ്ങി തിരിഞ്ഞ് വന്നു. രാഷ്ട്രപതി ഭവൻ അതിലെ ഒക്കെ നടക്കാം കേട്ടോ, അങ്ങോട്ടൊക്കെ പോവാം. റാഡിസൺ ബ്ലൂ മറീന ഹോട്ടൽ, അതായത് നമ്മുടെ കൊണാട്ട് പ്ലേസിലെ ഇവിടുത്തെ ആ ഒരു കൊളോണിയൽ സ്റ്റൈൽ ബിൽഡിങ്ങിനുള്ളിൽ താമസിക്കണമെന്ന് എൻ്റെ പണ്ട് പോലുള്ളൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇന്ന് താമസിക്കാൻ പോകുന്നത്. നമസ്കാരം അയ്യ, വെൽക്കം ടു റാഡിസൺ ബ്ലൂ മറീന. താങ്ക് യു. നമസ്കാരം സർ. ഹലോ പറ. ഹലോ പറ. ഹായ്. ബാക്ക് ഓക്കെ. കൊള്ളല്ലേ? ഇവിടെ ഇത്രയും സെറ്റപ്പിൽ ഒരു റൂം ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ. ഒരു ഹോട്ടൽ ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ. ഇതിനകത്ത് ട്രാവൽസ് ഒക്കെ ഉണ്ടല്ലോ. കയറി വരുമ്പോൾ തന്നെ ബാറ് കയറാം. മുമ്പിൽ തന്നെ ഇവിടെ ഒരു ബാറ്, നല്ല അടിപൊളി ഒരു ബാറ്. യെസ്, നമുക്കിവിടെ ചെക്ക് ചെയ്യാം. ഹായ്, ഐ ഹാവ് എ ബുക്കിംഗ് നെയിം സുജിത്. ഈ പുറത്തുനിന്ന് ഇങ്ങനൊരു ബിൽഡിംഗ് കാണുമ്പോഴത്തേക്കിന് ഇതിനകത്ത് ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് നമുക്കറിയില്ലല്ലോ. ആ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ ആ ഒരു റിസപ്ഷൻ തൊട്ട് പുറകിലായിട്ടാണ് നമ്മുടെ റൂമും വരുന്നത്. 108. ദിസ് ഈസ് അവർ റൂം ഋഷി. യെസ് യെസ് നോ യെസ് നോ യെസ്. കം ഓൺ. അടിപൊളിയാണല്ലോ, നൈസാണേ. ഇതാണ് നമ്മുടെ ഡൽഹിയിൽ CP-യിൽ നമ്മൾ താമസിക്കുന്ന നമ്മുടെ മുറി എന്ന് പറയുന്നത്. ഇവിടുത്തെ ബാൽക്കണി എന്ന് പറയുന്നത് ഫസ്റ്റ് ഫ്ലോർ ബാൽക്കണിയാണ്. കണ്ടില്ല നോക്കി, ആ ഒരു പഴയ ബിൽഡിംഗ് അവർ ഇത്രയും മെയിൻറ്റൈൻഡ് ആക്കി വെച്ചിരിക്കാന്ന് പറയുമ്പോഴത്തേക്കിന് റൂം ടൂർ ചെയ്തോണ്ടിരിക്കുക. ആ ചെയ്തോ. ഇനി എന്ത് ചെയ്യാൻ? നീ ഒരു ചാനൽ അവിടെ തുടങ്ങി കൊടുക്കുക. ഇത് എന്റെ ചാനലാട്ടോ, ടെക് ട്രാവലിംഗ് ചാനലാണ്. അതാണ് റൂമെന്ന് എനിക്കറിയാം. അതാണ് ബാത്റൂം. ഓക്കെ. ഞാനൊന്ന് കുളിച്ചോട്ടെ, 2 ദിവസമായി കുളിച്ചിട്ട്. അടിപൊളിയാണല്ലോ, സൂപ്പർ ആണല്ലോ, നൈസ്. എന്നാ കുളിക്കാം. കൊള്ളാം, എന്തായാലും സൂപ്പർ റൂം, ഇഷ്ടപ്പെട്ടു. ഹാപ്പി ഗേൾസ്. ലിവിംഗ് റൂം ഇല്ല, ഇത്ര ഉള്ളു. അവിടെ ലിവിംഗ് റൂം അല്ല, കണക്റ്റിംഗ് റൂം. ലിവിംഗ് റൂമും കൂടെ കോണമുള്ളത്. ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ്. സമയം ഇപ്പോൾ 7 മണിയായി. ഇവിടെ ഇപ്പോൾ 7:30 ഇവിടെ ഒരു 7:30 ആകുമ്പോഴാണ് ഡൽഹിയിൽ ഇപ്പോൾ സൺസെറ്റ് വരുന്നത്. ഇവിടെ പല റെസ്റ്റോറൻറ്റുകളും, ഈ കൊണാട്ട് പ്ലേസിലുള്ള റെസ്റ്റോറൻറ്റുകൾ പലതും പൂട്ടി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റ് ആൻഡ് ബാർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് കണ്ടില്ലേ, അതൊക്കെ ക്ലോസ്ഡ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നു. നോക്കട്ടെ.
ഇവിടെ നിന്നാണ് ഭയങ്കര തിരക്ക്. ഇതെന്താ ഇവിടെ ഭയങ്കര തിരക്ക്? കമ്മലും വളയും മാലയും പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന സ്ഥലമാണ്. സെലിബ്രേറ്റ് ബർത്ത്ഡേ മ്യൂസിയം ഓഫ് ഇല്യൂഷൻസ്. ഇത് തിരക്ക അവിടെ. അടിപൊളി. നോക്കി, CP എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു വലിയ ഒരു ഹാപ്പനിങ് പ്ലേസ് ആണ്. അത് മാത്രമല്ല ഇവിടെ ലോകത്തില് ഏറ്റവും കൂടുതൽ റെന്റുള്ള സ്ഥാപനങ്ങൾ, ഓഫീസ് സ്പേസിനൊക്കെ റെന്റുള്ള സ്ക്വയർ ഫീറ്റ് റേറ്റ് കൂടുതലുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ ഒരു CP ആണ്. അങ്ങനെയുള്ള ഒട്ടേറെ പ്രത്യേകതകൾ ഈ CPക്കുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെറിയ സ്ട്രീറ്റ് ഫുഡ് മുതൽ വലിയ വലിയ വമ്പൻ സെറ്റപ്പുകൾ വരെ നമുക്കിവിടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു CP ഏരിയ. അത്യാവശ്യം നല്ല ക്രൗഡഡ് പ്ലേസ് ആണ്. ആ ഒരു CPയിൽ ശരിക്കും നടുക്ക് നമുക്ക് ഇതുണ്ട്, ആ കാണുന്ന ആ ഒരു ഫ്ലാഗ് കാണേണ്ട ഒരു സ്ഥലമാണ്. പക്ഷെ ഇപ്പോൾ അവിടെ ഫ്ലാഗ് ഇല്ല. അവിടെ ശരിക്കും നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് കാണേണ്ട സ്ഥലമാണ്. ഞങ്ങൾ ഇവിടെ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഋഷിക്ക് ചൈനീസ് വേണം എന്ന് പറഞ്ഞു. ഫ്രൈഡ് റൈസ് പറഞ്ഞിട്ടുണ്ട്. കഴിക്കുമോ എന്നൊന്നറിയില്ല. നമുക്ക് നോക്കാം. കഴിക്കാം. അവൻ കഴിക്കൂടി. അവൻ കഴിക്കും. അവൻ ഇഷ്ടമാണ്. അവൻ ഇഷ്ടമാണ്. ചൈനീസ് ഫുഡ് കഴിച്ചോ? ഇഷ്ടപ്പെട്ടോ? എന്താ കഴിച്ചത്? ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും കഴിച്ചു. ഇഷ്ടപ്പെട്ടോ? ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചില്ലേ? പിന്നെന്താ കഴിച്ചേ? ഞങ്ങള് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ഫുഡായിരുന്നു. അതേപോലെ നല്ല കത്തിയായിരുന്നു അല്ലേ? CP ഏരിയ അല്ലേ? അത്യാവശ്യം നല്ല കത്തിയായിരിക്കും. ശ്വേതാതെ മോഹൻലാലിന്റെ കട, മോഹൻലാലിന്റെ മോന്റെ കട. ഇത് പ്രണവിന്റെ കടയാണോ? പിന്നെ മോഹൻലാൽ സൺ എന്നൊക്കെ പറയുന്നത് ചോദിച്ചേക്കുന്ന പ്രണവിന്റെ കടയല്ലേ? സോറി ഗൈസ്, പ്രണവിന്റെ കടയല്ലേ? പ്രണവിന്റെ കടയാണോ ഇത്? മോഹൻലാൽ സൺസ് എന്നും പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്ന കണ്ടില്ലേ? നമുക്ക് കയറി നോക്കിയാലോ? എന്തായാലും ഉണ്ടോന്ന് നോക്കിയാലോ? വേണ്ട, സോറി ഗൈസ്. നാളെ കാണാം അല്ലേ? നമ്മൾ തിരിച്ച് റൂമിൽ പോകുന്നു, കിടന്നിറങ്ങുന്നു. നാളെ രാവിലെ 6 മണിക്കാണ് നമ്മുടെ ട്രെയിൻ. ഗുഡ് മോർണിംഗ് ഗായ്സ്. നെക്സ്റ്റ് ഡേ. അങ്ങനെ 3 ദിവസത്തെ രാജധാനി യാത്രയുടെ ക്ഷീണം മാറ്റി ഏതാനും മണിക്കൂറുകൾ ഞങ്ങൾ ഇവിടെ റൂമിൽ കിടന്നുറങ്ങി. സുഖമായിട്ടൊന്ന് കുളിച്ച് നല്ല അടിപൊളിയായിട്ട് കുളിച്ച് ഫ്രഷായി. നമ്മളിപ്പോൾ എവിടെ പോകുന്നേ? ഖത്തറയ്ക്ക് പോവാണ്. ശ്രീ മാതാ വൈഷ്ണോ ദേവി SVDK ഖത്തറ എന്നാണ് ആ സ്റ്റേഷന്റെ പേര്. നമ്മൾ ഇന്ന് ഖത്തറയ്ക്ക് പോകും. നാളെ അവിടെ നിന്ന് ശ്രീനഗറിന് പോകും. അങ്ങനെ ഫുൾ നമ്മുടെ കേരളത്തിൽ നിന്ന് ശ്രീനഗർ വരെ നമ്മൾ ഇന്ത്യൻ റെയിൽവേ യാത്ര ചെയ്യും. നമ്മുടെ പുതിയ ചെനാബ് ബ്രിഡ്ജൊക്കെ ഉണ്ട്. വന്ദേ ഭാരത് ആട്ടോ. പോവാം. രാവിലെ ഞങ്ങൾ 4 മണിക്ക് എണീറ്റു. എന്തോന്നാ ഇത് പ്രാന്ത് പിടിച്ചിരിക്കുകയാണ് ഗൈസ് വന്ദേ ഭാരതിന്റെ കാര്യത്തില്. അപ്പൊ രാവിലെ 4 മണിക്ക് എണീറ്റ് 5 മണിക്ക് റെഡിയായി 6 മണിക്കത്തെ ട്രെയിനിൽ പോകാനായിട്ട് നമ്മളെ വണ്ടി ഇവിടെ നിൽപ്പുണ്ട്. നമ്മൾ രാവിലെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തേക്ക് വന്ന് എത്ര നേരെ എന്നറിയോ? ആ ഹോട്ടലിൽ നിന്ന് ആകെ 1.5 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 10-15 മിനിറ്റ് എടുത്തു. അതുപോലെ ട്രാഫിക് ബ്ലോക്ക്. ഇവിടെ സിഗ്നൽ കിടക്കുക നമുക്കൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ പോകാനായിട്ട്. കണ്ടോ, കുത്തിക്കെട്ടി വെക്കുന്ന കണ്ടില്ലേ ഈ വണ്ടികളൊക്കെ? ഒരുത്തന്നെ സിഗ്നൽ പോലും കീപ്പ് ചെയ്യില്ല. പെഡസ്ട്രിയൻസിന് പോലും നടന്നു പോകാൻ പറ്റത്തില്ല. കണ്ടില്ലേ, നമ്മുടെ സിഗ്നൽ കിടക്കുകയായിരുന്നു അവിടെ. ഇത് കുത്തിക്കെട്ടിക്കൊണ്ട് പോവാണ്. എന്നിട്ട് ഇവിടെ മൊത്തം ബ്ലോക്ക്. നമ്മളിവിടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരികയാണ്. മേളിൽ കയറി പോകണം. അവിടെ രാവിലെ എസ്കലേറ്റർ അടച്ചിട്ടിരിക്കുന്നു. ഈ ബാഗുമായിട്ട് ആൾക്കാർ ഈ സ്റ്റെപ്പ് കയറി പോകണം. ഇവിടെ ഒരു സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്. അവിടെ സെക്യൂരിറ്റി ചെക്ക് ബാഗൊക്കെ എടുത്ത് വെച്ച് സ്കാൻ ചെയ്യുന്നുണ്ട് എല്ലാവരും. പക്ഷെ അവിടെ പോലീസുകാരനിരുന്ന് ഉറങ്ങുകയാണ്. എന്താ അല്ലേ? ഈ പെട്ടി സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പൊക്കിയെടുത്ത് കൊണ്ടുപോയി, ഇല്ലെങ്കിൽ കൂലി ആൾക്കാരെ വിളിക്കണം. എസ്കലേറ്റർ ഉണ്ട്, എല്ലാം അടച്ചിടും. എന്തോ വന്ന പരിപാടിയല്ലേ? 6 മണിക്കുള്ള ട്രെയിനിൽ പോകണമെങ്കിൽ 1 മണിക്കൂർ മുമ്പെങ്കിലും ഇറങ്ങിയാൽ അത് എത്തിയാലേ ട്രെയിൻ പിടിക്കാൻ പറ്റുള്ളൂ. അതാണ് അവസ്ഥ. എന്ത് വലിയ റെയിൽവേ സ്റ്റേഷനാണ് അല്ലേ ഋഷി ഇത്? അയ്യോ, എത്ര തിരക്കാണ്, എന്തോരോ ആൾക്കാരാണ്. ഭയങ്കര തിരക്കും ഭയങ്കര വലിയ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ മൊത്തം ട്രെയിനാ. 10-20 പ്ലാറ്റ്ഫോമുള്ള വലിയ ഒരു സ്റ്റേഷനാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ 16ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് നമ്മുടെ ട്രെയിൻ. നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇവിടെ ലിഫ്റ്റ് അടച്ചു വെച്ചിരിക്കുകയാണ്. ലിഫ്റ്റ് ഇല്ല, ഒരു കുന്തവും ഇല്ല. ഇവിടെ ഒരു എസ്കലേറ്റർ കാണാം. ഇതിന് എങ്ങോട്ടാണ് പോകുന്നത്? പക്ഷെ അതിലേക്ക് ഇറങ്ങാനുള്ള വഴിയില്ല 16ലേക്ക്. അങ്ങനെ ഫൈനലി ഒരു എസ്കലേറ്റർ വർക്കിംഗ് കിട്ടി. ഇതിൽ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ മറ്റൊരു അറ്റത്തെത്തി. ഇനി വീണ്ടും അകത്ത് കയറണം. ഞങ്ങൾ ഓടിക്കറച്ച് 16 വന്നപ്പോഴത്തേക്കിനും അവർ പറയാം ഇപ്പം അനൗൺസ്മെൻറ്റ് 14
എന്നെ ഇടപെടാൻ നോക്കി. ഇത് കണ്ടോ, ഇത്രയും നേരം 16ാമത്തെ പ്ലാറ്റ്ഫോം എന്നാണ് ഇവിടെ എഴുതി വെച്ചിരുന്നത്. ഈ ലാസ്റ്റ് സമയം 10 മിനിറ്റ് ഉള്ളപ്പോഴാണ് ഇവന്മാർ പ്ലാറ്റ്ഫോം മാറ്റി 14 വന്ദേ ഭാരത്. നമ്മുടെ ട്രെയിനാണ് വരുന്നത്. പതുക്കെ കണ്ടോ നോക്കിക്കേ, അടിപൊളി. ഓറഞ്ച് വന്ദേ ഭാരതിലാണ് നമ്മൾ ഖത്തറയ്ക്ക് പോകാൻ പോകുന്നത്. ഈ കാണുന്ന ഓറഞ്ച് വന്ദേ ഭാരത് ഇതൊരു ചെറിയ ട്രെയിനാണല്ലോ. അങ്ങനെ ഒരു യുദ്ധം കഴിഞ്ഞ് നമ്മളിവിടെ പ്ലാറ്റ്ഫോമിലെത്തി ഗൈസ്. അയ്യോ, ഒരു യുദ്ധമായിരുന്നു. ഇത് ചെറുതല്ല കേട്ടോ, ഇത് വലിയ ട്രെയിനാണ്. 10-21 കോച്ചുകളുള്ള വലിയ ട്രെയിൻ. അപ്പാടെ കയ്യെ പിടിച്ചോ കേട്ടോ. ഇതിനകത്തും നമ്മൾ ഇനി കുറേ നടക്കണം. 16 നമ്മുടെ കോച്ച് അങ്ങ് ഫ്രണ്ടിലാണ്. വന്ദേ ഭാരതിൻ്റെ ക്ലീനിങ് ക്രൂ രാവിലെ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്ന കണ്ടില്ലേ, ഏത് രീതിയിൽ ചെയ്യണം. ഇത്രയൊക്കെ ഓർഗനൈസ്ഡ് ആയിട്ട് രാജധാനിയൊക്കെ ഇവർ ഓടിക്കുമായിരുന്നെങ്കിൽ എന്തല്ലായിരുന്നു. ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടോ, സ്റ്റാഫൊക്കെ നിൽക്കുന്നുണ്ടോ, അതൊക്കെ അടിപൊളി. ഈ ട്രെയിനൊക്കെ ഫുള്ളാണെന്ന് തോന്നുന്നു. ഇവിടുന്ന് 8 മണിക്കൂർ കൊണ്ട് നമ്മൾ ജമ്മുവിലേക്ക് എത്തും. ശരിക്കും നമ്മൾ ശ്രീനഗറിലേക്ക് ട്രെയിൻ യാത്ര ആരംഭിച്ചു എന്നുണ്ടെങ്കിലും ഇതുവരെ ഇവിടുന്ന് ഡൽഹിയിൽ നിന്ന് ഡയറക്റ്റ് ട്രെയിനുകൾ ശ്രീനഗറിലേക്ക് കൊണ്ടുപോയിട്ടില്ല. കാരണം സെക്യൂരിറ്റി റീസൺസ് കാരണം ജമ്മുവിൽ എത്തിയിട്ട് ജമ്മുവിൽ നിന്നും നമ്മൾ ഇറങ്ങി നമ്മൾ ബാഗൊക്കെ ചെക്ക് ചെയ്ത് സെക്യൂരിറ്റി ചെക്ക് എല്ലാം കഴിഞ്ഞിട്ടേ നമ്മൾ വേറെ ട്രെയിനിൽ കയറി പോകാൻ പറ്റുള്ളൂ. നിലവിൽ ഇപ്പോൾ ജമ്മുവിൽ നിന്ന് ഖത്തറയിൽ നിന്ന് ശ്രീനഗർ വരെ മാത്രമേ ട്രെയിനുകൾ ഓടുന്നുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഡയറക്റ്റ് ട്രെയിനുകൾ ഇതുവരെ ഓടി തുടങ്ങിയിട്ടില്ല. വിമാനത്തിലെ പോലത്തെ സെയിം ആ ഒരു ഉരുട്ടുന്ന സാധനങ്ങൾ. അങ്ങനെ രാവിലെ 2 കിലോമീറ്റർ നടന്ന് വേർത്ത് കുളിച്ച്, ഞങ്ങളെല്ലാവരും വേർത്ത് കുളിച്ച്. ഭയങ്കര ചൂടല്ലേ, 2 കിലോമീറ്റർ നടന്നത് രാവിലെ ട്രെയിനിൽ കയറാനായിട്ട്. അങ്ങനെ ഫൈനലി ട്രെയിനിലെത്തി. കമാൺ, വരൂ 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 വരൂ. രാവിലെ തിരക്കാണ്, എല്ലാവരും കയറിയിരിക്കുന്നതിൻ്റെ തിരക്കുകളിലാണ്. ഇതിൻ്റെ ബാത്റൂം എങ്ങനെയുണ്ട്? വാവ്, അടിപൊളിയാണല്ലോ, കിടക്കാച്ചയാണല്ലോ, നല്ല വൃത്തിയുള്ള ബാത്റൂം. വാവ്, പൊളിച്ച്. ഇന്ത്യൻ റെയിൽവേ എല്ലാ ട്രെയിനുകളും വന്ദേ ഭാരത് ആക്കി മാറ്റണം, മനസ്സിലായോ? നടക്ക്. നമ്മുടെ കയറുന്നതിനും ഇറങ്ങുന്നതിനും ഒന്നും ആർക്കും ഒരു സിസ്റ്റം ഇല്ലല്ലോ. നടക്ക്. അതുകൊണ്ട് ആൾക്കാരൊക്കെ കയറിയിട്ട് ഇങ്ങനെ നിൽക്കുക, എവിടെ ഇരിക്കണം, എന്ത് ചെയ്യണം എന്നൊക്കെ ആലോചിച്ച്. ഇവിടെ അല്ല, മുന്നിൽ അങ്ങോട്ട് പോകണം, ഇനിയും പോകണം. ഇതിനകത്ത് ബഹളമാണ് കേസ്. മൊത്തത്തിൽ ആൾക്കാർ എവിടെ ഇരിക്കണം. അയ്യോ, ഒന്നും പറയണ്ട. അതായത് എല്ലാവർക്കും സീറ്റ് നമ്പർ ഉണ്ട്, എന്നാലും അങ്ങനെയല്ല. അത് എല്ലാവരും ബഹളം ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിരുന്നാലേ പറ്റുള്ളൂ. ഈ ട്രെയിനിൽ ബഹളം ഉണ്ടാക്കരുതെന്നുള്ള പോളിസിയുള്ള രാജ്യങ്ങളൊക്കെ ഇല്ലേ, സംസാരിക്കുന്നുള്ള രാജ്യങ്ങളൊക്കെ ഇല്ലേ, ആ രാജ്യത്തു നിന്നുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ഇവിടെ വന്ന് ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ഇവർക്ക് ഭ്രാന്ത് പിടിക്കും. അയ്യോ, കഴിഞ്ഞു തോന്നുന്നു കേട്ടോ ബഹളമെല്ലാം. അല്ലല്ല, അത് പേടിക്കട്ടെ. അത് ഈ ട്രെയിനിലേക്ക് കയറി എല്ലാവരും ഒന്ന് സെറ്റിൽ ആവുന്നവരെ ഭയങ്കര ബഹളമായിരിക്കുമല്ലോ. ഇരിക്കുന്ന സീറ്റ് പോരാ, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം, നമ്മുടെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് സീറ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. റാൻഡമായിട്ട് നമുക്ക് ഏതെങ്കിലുമൊക്കെ സീറ്റ് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ലോകത്തെല്ലാ രാജ്യത്തും, അത് 99% രാജ്യത്തെ ട്രെയിനുകളിലും സീറ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ IRCTC ഇതുവരെ അത് കൊടുത്തിട്ടില്ല. അത് കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ പലതും. ലോവർ ബർത്തൊക്കെ ഒരു അഡീഷണൽ പൈസ വാങ്ങിച്ച് കൊടുക്കുക, അങ്ങനെയൊന്നും പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചെയ്യണം. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ സീറ്റുകളിൽ പോലും സംവരണമുള്ള ഒരു എന്താ പറയുക, ഒരു സിസ്റ്റമാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ഫോളോ ചെയ്ത് വരുന്നത്. ആ സംവരണം ഒക്കെയാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. ഇവിടെ ഫുൾ ഓറഞ്ച് വന്ദേ ഭാരതിന്റെ കളികളല്ലേ, എനിക്ക് വയ്യ. അങ്ങനെ ഞങ്ങൾ മൊത്തം ഓറഞ്ച് വന്ദേ ഭാരതാണ്. എല്ലാം നമ്മുടെ അവിടേക്കാണ് വെള്ള വന്ദേ ഭാരത്, ഇവിടെ ഫുൾ ഓറഞ്ച് വന്ദേ ഭാരതാണ്. നമ്മുടെ ട്രെയിൻ വിട്ടല്ലോ. ഹായ്, അങ്ങനെ ഞങ്ങളുടെ ട്രെയിൻ വന്ദേ ഭാരത് ന്യൂഡൽഹിയിൽ നിന്നും നമ്മുടെ ശ്രീ വൈഷ്ണോ ദേവി കത്ര അല്ലെങ്കിൽ ജമ്മു താവി എന്നൊക്കെ പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക് നമ്മുടെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. വെള്ളം കൊണ്ടു തന്നു എല്ലാവർക്കും. വെള്ളം ഓരോ കുപ്പി വെള്ളം, ചെറിയ കുപ്പി വെള്ളം. കൊള്ളാം. ഇതെത്ര ഋഷിക്ക് വെള്ളം കിട്ടിയല്ലോ, 1/2 ലിറ്ററിൻ്റെ വെള്ളം 3 എണ്ണം. ഞങ്ങൾ ഇത്തവണ 3 സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ 3 പേർക്ക് ഇരിക്കാവുന്ന രീതിയിൽ. കാരണം ഇവിടെ നമ്മൾ സീറ്റ് ബുക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഫുൾ ടൈം ഋഷിൻ്റെ മടിയിൽ എടുത്തേണ്ടി വരും. അല്ലെങ്കിൽ തന്നെ ഫുൾ ടൈം എൻ്റെ മടിയിലാണ്. അതിപ്പോൾ ഞാൻ ഇപ്പുറത്തിരിക്കുന്നതുകൊണ്ട് ട്രെയിൻ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സോ ഞാൻ നൈസായിട്ടാണ്. അയ്യടാ, ഋഷി അപ്പുറത്തിരുന്നോ? അപ്പ ഇപ്പുറത്തിരിക്കാം. അപ്പാടെയാ വിൻഡോ സീറ്റ്, ഋഷിയുടെ മിഡിൽ സീറ്റാ. ആണ്. ഓ, ന്യൂസ് പേപ്പർ ഒക്കെ കൊണ്ടു തന്നു. ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഡൽഹി ടൈംസ് ആണ്. ടൈംസ് ഓഫ് ഇന്ത്യ ആണോ? ടൈംസ് ഓഫ് ഇന്ത്യ ആണെന്ന് തോന്നുന്നു. സൺഡേ ടൈംസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്
ന്യൂസ് പേപ്പറൊക്കെ കൊണ്ടുതരും. എന്തല്ലേ നമ്മളിപ്പോൾ പോകുന്ന ഈ ന്യൂഡൽഹി ശ്രീ മാതാ വൈഷ്ണോദേവി കത്ര വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആരംഭിച്ച രണ്ടാമത്തെ വന്ദേ ഭാരത് ട്രെയിനാണ്. ഇത് ശരിക്കും ന്യൂഡൽഹിയിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ ഹരിയാന, പഞ്ചാബ്, ജമ്മു കാശ്മീർ ഈ ഇത്രയും സംസ്ഥാനങ്ങളിലൂടെയാണ് ഈ ട്രെയിൻ കടന്നു പോകുന്നത്. ശരിക്കും 5 വർഷം മുമ്പ് 2019 ഒക്ടോബർ 3-നാണ് ഈ വന്ദേ ഭാരത് സർവീസ് ഇത് ആരംഭിക്കുന്നത്. 5 വർഷമായിട്ട് ഓടുന്ന ഈ ഒരു ട്രെയിനാണ് ഇപ്പോഴും വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് അടിപൊളിയായിട്ട് കൊണ്ടുപോകുന്ന കോച്ചുകളാണ്. നല്ല വൃത്തിയുള്ള കോച്ചുകളാണ്. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ റെയിൽവേക്ക് സാധിക്കുമെന്നുള്ളതിൻ്റെ വലിയൊരു എക്സാമ്പിളാണ് നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ ഒരു ട്രെയിൻ എന്ന് പറയുന്നത്. ഡൽഹിയിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ ആകെ 3 സ്റ്റോപ്പ് മാത്രമാണ് 655 കിലോമീറ്റർ വരുന്ന യാത്രക്കിടയിലുള്ളത്. 8 കിലോമീറ്റർ സമയം കൊണ്ട് 655 കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്യും. ആഴ്ച 6 ദിവസമാണ് ഈ സർവീസ് ഉള്ളത്. നമ്മൾ ഡൽഹി വിട്ട് കഴിഞ്ഞാൽ നമ്മൾ അംബാല, അത് കഴിഞ്ഞ് ലുധിയാന, അത് കഴിഞ്ഞ് നമ്മൾ ജമ്മു താവി, അതിനുശേഷമാണ് മാതാ വൈഷ്ണോദേവി കത്ര എന്ന് പറയുന്ന SVDK സ്റ്റേഷനിലേക്ക് നമ്മൾ പോകുന്നത്. നമ്മുടെ ഈ ഒരു ട്രെയിനിൻ്റെ ആവറേജ് ലെങ്ത് എന്ന് പറയാനായിട്ട് ഏകദേശം 480 മീറ്റർ, അതായത് 20 കോച്ച് വരുന്ന ഒരു ട്രെയിനിൻ്റെ ആവറേജ് ലെങ്ത് എന്ന് പറയുന്നത് 1/2 കിലോമീറ്റർ ദൂരം വരും. കേവലം 82 കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ് ഈ ട്രെയിനിൻ്റെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. ആവറേജ് സ്പീഡ് അത്രയേ ഉള്ളൂ. നമുക്ക് 130 കിലോമീറ്റർ വരെ ദൂരത്തിൽ ഈ ഒരു ട്രെയിൻ യാത്ര ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 82 കിലോമീറ്റർ പെർ അവർ ആണ്. ഈ ട്രെയിനിൽ ഓൺ ബോർഡ് വൈഫൈ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഒക്കെ ഉണ്ട്. ഞാനത് കാണിച്ചു തരാം. ട്രെയിൻ കുറച്ചുകൂടെ കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാം. പിന്നെ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാനും ലാപ്ടോപ്പ് ചാർജ് ചെയ്യാനും വേണ്ട സൗകര്യങ്ങൾ, റീഡിംഗ് ലൈറ്റ്, സീറ്റ് പോക്കറ്റുകൾ, ബോട്ടിൽ ഹോൾഡർ, ട്രേ ടേബിൾ, അങ്ങനെയുള്ള പല സംഭവങ്ങളുണ്ട്. ഭക്ഷണം ഇൻക്ലൂഡഡ് ആണ്. നമ്മുടെ ഈ ഒരു യാത്രയിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. വെജിറ്റേറിയൻ ഓപ്ഷൻ മാത്രമാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടത്. ഭക്ഷണം ഇല്ലാതെയും ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഭക്ഷണം വെച്ചും ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ നോൺ വെജ് ഓപ്ഷൻ ഇല്ല, ഓൺലി വെജിറ്റേറിയൻ ഓപ്ഷൻ. നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഇതിൻ്റെ AC ചെയർ കാറിലാണ്. എക്സിക്യൂട്ടീവ് ചെയർ കാർ എന്ന് പറഞ്ഞ് മറ്റൊരു കാറ്റഗറിയും കൂടെ ഉണ്ട്. അത് നമ്മൾ അടുത്ത ദിവസം കയറുന്ന വന്ദേ ഭാരതിൽ അതിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഞാൻ അത് കാണിച്ചു തരാം. എക്സിക്യൂട്ടീവ് ചെയർ കാറിൽ 2x2 സീറ്റുകളായിരിക്കും. AC ചെയർ കാറിൽ 2x3 സീറ്റുകളായിരിക്കും ഉണ്ടായിരിക്കുക. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന വന്ദേ ഭാരത് ഇത്രയും പുതുപുത്തനായിട്ടിരുന്ന കണ്ടപ്പോഴത്തേക്കിന് ഞാനൊന്ന് അതിശയിച്ചു പോയായിരുന്നു. പിന്നീട് ഞാനൊന്ന് അന്വേഷിച്ചപ്പോഴാണ് അറിയാൻ സാധിച്ചത് 2025 ഇറക്കിയ പുതിയ 3rd ജനറേഷൻ വന്ദേ ഭാരത് ട്രെയിനുകൾ, പുത്തൻ ട്രെയിനുകളാണ് ഈ ഒരു സർവീസിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ ട്രെയിനകത്ത് ഫുൾ ബഹളമാണ് ഗൈസ്. ആഹാ, ഈ ബഹളത്തിനിടയ്ക്ക് ഞാൻ സംസാരിക്കുന്നതൊന്നും കേൾക്കത്തില്ല. ഭക്ഷണത്തിൻ്റെ ആദ്യപടിയായിട്ട് നമുക്ക് ചായയും സ്നാക്സും കൊണ്ട് തരുന്നതിന് വേണ്ടിയുള്ള പരിപാടികൾ കൊണ്ട് തന്നിരിക്കുകയാണ്. വിൻഡോ സീറ്റ് വേണ്ടേ? ഇവിടെ ഇരുന്നാൽ മതി. വിൻഡോ സീറ്റ് വേണ്ടേ? ഇവിടെ ഇരിക്കണം. നമ്മൾ ഈ വന്ദേ ഭാരത് ട്രെയിനുകൾ, ഈ കോച്ചസ് ഒക്കെ ഉണ്ടാക്കുന്നത് എവിടെയാണെന്നറിയോ? നിനക്കറിയോ ശരി എവിടെയാണെന്നറിയോ? നമ്മുടെ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി എന്നും പറഞ്ഞുകൊണ്ട് ചെന്നൈയിലുണ്ട്. നമ്മുടെ ചെന്നൈയിലാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള നമ്മുടെ ഈ വന്ദേ ഭാരത് ട്രെയിനുകളൊക്കെ നിർമ്മിക്കുന്നത്. അവിടെ ഉണ്ടാക്കിയിട്ടാണ് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ഈ ട്രെയിനുകൾ കൊണ്ടുപോകുന്നത്. അങ്ങനെ രാവിലെ സ്നാക്സ് ആയിട്ട് കിട്ടിയ ബിസ്ക്കറ്റ്, നല്ല ബിസ്ക്കറ്റാണോ? നല്ല ബിസ്ക്കറ്റാണോ? അവിടെ ഞങ്ങൾക്ക് ബിസ്ക്കറ്റ്, ഞങ്ങൾക്ക് ട്രെയിൻ നോക്കാനാണ് സമയം. അത് നമ്മൾ ചായ കുടിക്കാനുള്ള വെള്ളം കൊണ്ട് തന്നു. അതായത് ചായ കുടിക്കാൻ വേണ്ടി തിളച്ച ചൂടുവെള്ളം ഫ്ലാസ്കിൽ ഒഴിച്ച് കൊണ്ട് തരും. അങ്ങനെ നമ്മുടെ കയ്യിൽ മസാല ചായ ഉണ്ടാവും, ഇൻസ്റ്റൻറ്റ് മസാല ചായ. ഇത് നമ്മൾ പൊട്ടിച്ചിനകത്ത് ഇടുക, ഇളക്കുക, കുടിക്കുക. അപ്പോൾ നമ്മുടെ ചായ റെഡിയായി. ഈ ട്രെയിനിൽ ഭക്ഷണം ഓർഡർ ചെയ്യാത്ത ആൾക്കാർക്ക് ഈ ട്രെയിനിൽ നിന്ന് റെഡി ടു ഈറ്റ് ഫുഡ്, ഭക്ഷണം വാങ്ങിച്ച് കഴിക്കാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. പിന്നെ ചായ കുടിക്കാത്തവർക്ക് കാപ്പി ഓപ്ഷൻ ഇല്ല, ചായ മാത്രമേ ഉള്ളൂ. അതും വിത്തൗട്ട് ചായ ഓപ്ഷൻ ഇല്ല, വിത്ത് ചായ ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ ഓപ്ഷൻസ് ആർ വെരി ലിമിറ്റഡ്. ഋഷിക്ക് പിന്നെ എവിടെ പോയാലും കൂട്ട് കിട്ടും. ഇവിടെ കൂട്ട് കിട്ടിയിട്ടുണ്ട്. ഇവർ രണ്ടുപേരുടെ ബഹളം ഉണ്ടാക്കരുത്. നോ. അപ്പുറത്തെ ചേട്ടൻ കുറേ നേരമായിട്ട് അവിടെ ഇരുന്ന് റീല് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പുള്ളിയുടെ റീല് മൊത്തം ഞാൻ കേട്ടോണ്ടിരിക്കുക ഇവിടെ. എന്നാൽ ഒരു ഹെഡ്സെറ്റ് ഉപയോഗിച്ചൂടെ? ഞാൻ വന്ദേ ഭാരതിൻ്റെ വൈഫൈ കണക്ട് ചെയ്ത് ഇൻഫോർടൈൻമെൻറ്റ്. ഇതിനകത്ത് സുരേഷ് ഗോപിയുടെ ക്രൈം ഫയൽ സിനിമയുണ്ട്, കാതലരുണ്ട്, പിന്നെ കുറേ പഴഞ്ച മൂവീസ് ഉണ്ട്. അല്ലാതെ വേറൊരു കുന്തവുമില്ല. ഞാൻ വിചാരിച്ചെന്തോ ഭയങ്കര സംഭവിക്കുകയാണെന്ന്. ഇവരെന്തൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതിനകത്ത് വേറെ കാര്യമായിട്ടൊന്നുമില്ല. മനസ്സിലായില്ലേ? എല്ലാം പേരിന് മാത്രമുള്ള പരിപാടികളേ ഉള്ളൂ, വേറൊന്നുമില്ല. ഹമാര ബ്രേക്ക്ഫാസ്റ്റ് ആകെയാ. എന്തൊക്കെയാ ഋഷി കഴിക്കാനുള്ളത്? പറാട്ടയാണോ? ഓ, എന്താ കഴിച്ചത്? അത് പൊറോട്ടയും കട്ട്ലറ്റോ?
രാജധാനിയിലെക്കാട്ടി അടിപൊളി ഫുഡാണ് സത്യം പറഞ്ഞല്ലേ. രാജധാനി കൂതറയായി കഴിച്ച് ഇപ്പോൾ. നിവൃത്തിയുണ്ട് രാജധാനി കയറരുത്. അമ്മോ വെറുത്ത് പോയി എന്ന് പറയാൻ വെറുത്ത് പോയി. ആ പൈസക്ക് വിമാനത്തിൽ കയറി വരാം ഉള്ള കാര്യം. അത്രയും പോലും പൈസ ആവൂല. സർവീസ് അടിപൊളിയായിരുന്നു. ഭയങ്കര മോശം കോച്ചും സംഭവങ്ങളൊക്കെ ആയിരുന്നു. ഫുഡ് ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ആ കോച്ചിലിരുന്നിട്ട് നമ്മൾ ആ ഒരു ട്രെയിനിലിരുന്ന് നമുക്കൊരു ഹാപ്പിനെസ് കിട്ടില്ല. അത്രയും പൈസ കൊടുത്ത് യാത്ര ചെയ്യുന്നുണ്ടാ. ചെറിയ പൈസക്കാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഇത് എത്ര 8,500 രൂപ കൊടുത്ത് ഒരാൾക്ക്. നമ്മൾ ഡൽഹിയിൽ നിന്ന് വിട്ട് അംബാല എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം എന്താ പറയുക, ഒരു 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ ഡൽഹിയിൽ നിന്ന് അംബാല എത്തും. അപ്പോഴത്തേക്കിനും ഭക്ഷണം കൊണ്ടു തന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഭക്ഷണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഫുഡാണല്ലോ, വെജ് മാത്രമേ ഉള്ളത്, വേറെ ചോദ്യം മറിച്ചിലൊന്നുമില്ല. ആലു പറാത്ത, പക്ഷേ ഭയങ്കര കട്ടിയാണ്. ഇത് എങ്ങനെ കഴിക്കുന്നത് എനിക്കറിയത്തില്ല. ആലു പറാട്ട നമുക്ക് കഴിക്കാനായിട്ട് നമുക്ക് മിക്സഡ് പിക്കിളുണ്ട്, അച്ചാറുണ്ട്, പിന്നെ ദഹിയുണ്ട്, തൈരുണ്ട്, പിന്നെ നമുക്ക് ഒരു സാൻഡ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ചീസ് സാൻഡ്വിച്ചാണ്, ഡെലീഷ്യസ് ഹൈജീനിക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതിയിരിക്കുന്ന ഒരു സാൻഡ്വിച്ച്. പിന്നെ ഇതിനകത്ത് വെജിറ്റബിൾ കട്ട്ലറ്റ് ഉണ്ട്, മീൽസ് ഓൺ വീൽസ് എന്നും പറഞ്ഞുകൊണ്ട് നല്ല അടിപൊളി പാക്കിംഗ് ഒക്കെയാണ്. ഇതിനകത്ത് 2 വെജിറ്റബിൾ കട്ട്ലറ്റ് ഉണ്ട്. ശരിക്കും ഒരാൾക്ക് വയറ് നിറച്ചോ ഓവറാക്കി കഴിക്കാനുള്ള ഫുഡ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വെൽക്കം സ്റ്റു എന്നൊക്കെ പറഞ്ഞ് നല്ല പാക്കറ്റിൽ ടിഷ്യൂ പേപ്പറും പിന്നെ സ്പൂണും, പ്ലാസ്റ്റിക് സ്പൂൺ, അല്ലെ പ്ലാസ്റ്റിക് ആയിരിക്കത്തില്ല, മറ്റേ തടിയായിരിക്കും നോക്കട്ടെ. യെസ്, ഒരു വുഡൻ സ്പൂണുണ്ട്, പിന്നെ ഒരു ടിഷ്യൂ പേപ്പറും ഉണ്ട്. ഇതൊന്നും പോരാത്തതിന് ബിക്കാജി ചിവട എന്നും പറഞ്ഞുകൊണ്ട് ഇവരുടെ ഈ നോർത്ത് ഇന്ത്യൻ മിക്സ്ചറാണിത്. നോർത്ത് ഇന്ത്യക്കാരുടെ ഒരു ടൈപ്പ് മിക്സ്ചറാണ്. വലിയ എരിവൊന്നുമില്ല. ശരിക്കും ഒരു വിമാനയാത്ര പോലെയാണ് നമ്മളിപ്പോൾ ട്രെയിനൊക്കെ യാത്ര ചെയ്യുന്നത് അല്ലേ. വിമാനത്തിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് ഭക്ഷണം കൊണ്ട് തരുന്നു. അതും ബഡ്ജറ്റ് വിമാനത്തിലൊന്നും അതൊന്നുമില്ല. എയർ ഇന്ത്യയിലൊക്കെ യാത്ര ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഭക്ഷണം കൊണ്ട് തരുന്നു. പിന്നെ എക്സിക്യൂട്ടീവ് മറ്റേ ചെയർക്കാരാണെങ്കിൽ ബിസിനസ് ക്ലാസ്സിൽ ഇരുന്ന് പോകുന്ന പോലെ ഭക്ഷണം കൊണ്ട് തരുന്നു. എല്ലാവരും ഇരുന്ന് കഴിക്കുന്നു. ഇനി മദ്യം കൂടെ കൊടുത്തു തുടങ്ങിയാൽ പിന്നെ കുശാലായി. എന്താല്ലേ, ഫുഡൊക്കെ നല്ല ഇപ്പം അല്ലേ? ഇഷ്ടപ്പെട്ടോ ഋഷിക്ക് ഫുഡ്? ആ, പണ്ടത്തെ പോലെ അല്ല. ഇപ്പോൾ റെയിൽവേയിൽ ഇങ്ങനെയുള്ള ട്രെയിനുകളിലൊക്കെ നല്ല ഭക്ഷണം കിട്ടുന്നുണ്ട്. നല്ല രാജധാനിയിലാണല്ലോ ഫുഡ് അടിപൊളിയായിരുന്നു. വീണ്ടും ചായയും കാപ്പിയും കൊണ്ടുവരുന്നത് ഇത് ആവശ്യത്തിന്. ഇത് എമിറേറ്റ്സ് വിമാനത്തിൽ ഫുഡ് വരുന്ന പോലെ ഉണ്ട്. അതിലും ഇതേപോലെ തന്നെ. എനിക്ക് ജ്യൂസ്, ഋഷിക്കും ജ്യൂസ്. ഹായ്, ഋഷിക്ക് ജ്യൂസ് കിട്ടിയല്ലോ. ഓ അടിപൊളി. ഒരു കാര്യം അറിയോ, 1/2 ലിറ്ററിൻ്റെ വെള്ളത്തിന് കുപ്പി വന്നില്ലേ, എക്സ്ട്രാ കുപ്പി വേണമെങ്കിൽ അതും ഫ്രീ ആയിട്ട് വരും. അത് കുടിച്ചു കഴിഞ്ഞ് വേറെ വെള്ളം വേണമെങ്കിൽ അതും ഫ്രീ ആയിട്ട് വരും എന്ന് അവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. എക്സ്ട്രാ കുപ്പിക്ക് പൈസ ഒന്നും കൊടുക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട്. ഫുഡ് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങിച്ചാൽ മതി. ഇത് ആക്ച്വലി ഫുഡ് കുറേ ഉണ്ട്. ഈ സാൻഡ്വിച്ചും പൊറോട്ടയും കട്ട്ലറ്റും എല്ലാം കൂടെ ഒരാൾക്ക് കഴിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല, അത്രയധികം ഫുഡുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ? കുറച്ചു നേരം ഉറങ്ങിക്കൂടെ? ഇനി ഉറങ്ങാം. അതെന്താ വേണ്ടത്? ഉറങ്ങണം വേണ്ട. ഇരിക്കുന്നുണ്ടല്ലേ എൻ്റെ പുറകെ വന്ന്. സീറ്റ് ഉണ്ടെങ്കിലും സീറ്റിലിരിക്കൂല. എൻ്റെ അടുത്ത് എന്നെ അവിടെ തള്ളാനുള്ള പരിപാടിയാണ്. നോക്ക് ചെയ്യുന്ന പരിപാടി നോക്ക്. അടങ്ങിയിരിക്കും ഋഷി. ദേ ഇരിക്കുന്നു. ഇത് കണ്ടോ ശ്വേത, ഇത് നോക്കി. അവന് വേറെ സീറ്റൊന്നും പോരാ. അവന് എന്നെ ചൊറിഞ്ഞോണ്ടിരിക്കണം. ഇത് കണ്ടോ, ഋഷിയുടെ പരിപാടിയാണ്. എൻ്റെ ഇപ്പം എടുത്തിട്ട് ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുന്ന നോക്കി. പല ആംഗിൾ. ഇത് മൊത്തം ഗാലറി മൊത്തം ഇവൻ്റെ ഫോട്ടോയാ. എൻ്റെ അടുത്തിരുന്ന് ഉറങ്ങി. ഉറക്കണ്ടെന്ന് വാശിയായിരുന്നു. ഞാൻ RPF വരും, പിള്ളേരോട് ഉറങ്ങാൻ പറയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പേടിപ്പിച്ച് കയ്യിലെടുത്തിരുത്തി ഷിം 2 ആട്ടാട്ടി ഉറങ്ങി. കണ്ണൂർന്ന് നോക്കും. മൊത്തം വന്ദേ ഭാരത് കേട്ടോ. എവിടെ നോക്കിയാലും വന്ദേ ഭാരത്. ഈ ഉറക്കമെല്ലാം കഴിഞ്ഞ് എണീറ്റു സാറ്. വന്ദേ ഭാരത്, ഇത്ര വന്ദേ ഭാരത് എന്നറിയോ ഇവിടെ ഈ ഭാഗത്ത് കൂടിക്കൊണ്ടിരിക്കുന്നേ. തലങ്ങും വലങ്ങും വന്ദേ ഭാരതിന്റെ കളികളാണ്. ഞങ്ങളൊന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ബാക്കി വരെ പോകണം അല്ലേ? നടന്നു പോക്കോ. നമ്മളങ്ങനെ ബാക്കിലെത്തിയല്ലോ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പുറകിൽ ട്രാക്ക് കാണാൻ പറ്റും. കണ്ട, ഇതിനകത്ത് സ്റ്റാൻഡിങ് ടിക്കറ്റ് ഒക്കെ അവൈലബിൾ ആണോ എനിക്കറിയത്തില്ല. ആൾക്കാരൊക്കെ അവിടെ ഇവിടെ ഇഷ്ടം പോലെ നിപ്പുണ്ട്. അയ്യോ, ട്രെയിൻ ചരിഞ്ഞ് പോവല്ലേ. ഇവിടെ എത്തി. ഞങ്ങളെ പുറകിൽ പോയി ട്രാക്ക് കണ്ടു. അവിടെ അവര് തുറന്നിട്ട് ഓടിച്ചോണ്ടിരിക്കുവല്ലേ. ഞാനവിടെ പോയി വീഡിയോ എടുക്കുന്നുണ്ടപ്പോഴത്തേക്കിനും ഓടി വന്ന് അടച്ചു. ശരിക്കും അതങ്ങനെ തുറന്നിട്ട് ഓടിക്കുന്നത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഇവിടെ ഇന്ത്യയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ.
നമ്മളിപ്പോൾ പഞ്ചാബിലെ ഒരു ഹൈവേയുടെ സമീപത്തൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പത്താൻകോട്ടൊക്കെ പോകുന്ന വഴിക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. പത്താൻകോട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള സ്ഥലങ്ങളല്ലേ, അതേപോലുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഭയങ്കര പരന്ന പ്രദേശമാണ് ഇവിടെ എല്ലാം. ഇതിൻ്റെ ഫുഡിൻ്റെ പരിപാടി മാത്രമേ ഉള്ളൂ. ഭക്ഷണം എത്തി ഗൈസ്. ഭക്ഷണമൊക്കെ ട്രെയിനിൽ കൃത്യസമയത്ത് കൊണ്ട് കിട്ടും കേട്ടോ. കൃത്യസമയത്ത് ഇതിപ്പോൾ 11:45 ഉള്ളൂ ലഞ്ച് കൊണ്ട് തന്നു. മറ്റേത് രാവിലെ നേരത്തെ കഴിച്ചുകൊണ്ടായിരിക്കും ഏർലി ലഞ്ചായിട്ട് കൊണ്ട് തന്നിരിക്കുന്നത്. അപ്പം ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഉണ്ട്, ചായയും കിട്ടും ഈ ഒരു യാത്രയിൽ. നമ്മളിനി ഒരു മണിക്കൂറൂടെ കഴിഞ്ഞാൽ നമ്മൾ ജമ്മു താവി എത്തും. ഇത് രവി നദിയാണ് ഈ കാണുന്നത്. രവി നദി നമുക്കെല്ലാവർക്കും അറിയാം. രവി നദി എന്ന് പറയുന്നത് വളരെ പ്രശസ്തമായിട്ടുള്ളൊരു നദിയാണ്. ഞാൻ എങ്ങോട്ട് പോകുന്ന സംഭവം എന്നൊന്നും പറയണ്ട. ആ രവി നദിയാണ് ഈ കാണുന്നത്. ഈ രവി നദി ക്രോസ് ചെയ്ത് നമ്മളിപ്പം ജമ്മു കാശ്മീരിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ രവി നദിയുടെ അപ്പുറത്ത് പഞ്ചാബായിരുന്നു. ആ രവി നദിയിൽ നിന്നും ക്രോസ് ചെയ്ത് നമ്മളിപ്പം ജമ്മു കാശ്മീരിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ജനാബ് പാലം പോലെയൊക്കെ ഉണ്ട്, പക്ഷെ അല്ല, ഇത് ജനാബ് പാലം ഇതിൻ്റെ 10 ഇരട്ടി വലിപ്പമുണ്ട്. ഇത് നമ്മളിപ്പോൾ പഠാൻകോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പഠാൻകോട്ട് ആണോ? അവൻ പോകാത്ത സ്ഥലം വല്ലതും ഉണ്ടോ? നമ്മൾ തിരിഞ്ഞും പറഞ്ഞും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത് ചോറ്, പരിപ്പ് കറി, പിന്നെ പനീർ കറി. എന്തുകൊണ്ടാണ് ഇവിടെയുള്ള നോർത്ത് ഇന്ത്യൻ ട്രെയിനുകളിലൊന്നും നോൺ വെജ് ഇല്ലാത്തതെന്ന് എനിക്കറിയത്തില്ല. നാളത്തെ ട്രെയിനിൽ നോൺ വെജ് ഇല്ല. ഇവിടുത്തെ ആരും നോൺ വെജ് കഴിക്കാത്തതുകൊണ്ടാണോ അതോ ആർക്കും എന്തോ നിർബന്ധമൊക്കെ ഉള്ള പോലെ, എനിക്കറിയില്ല എന്താ സംഭവമുള്ളത്. അറിയില്ല. സോ ഇതാണ് ഇതിനകത്തെ ഭക്ഷണം. ചോറ്, അച്ചാറ്, തൈര്, പരിപ്പ് കറി, പനീർ കറി. ഫുഡ് എന്ത് കുന്തം കൊണ്ട് തരുന്നതാണേലും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇഷ്ടപ്പെട്ടോ ഋഷിക്ക്? ഇഷ്ടപ്പെട്ടാ? പനീറാണേലും പരിപ്പാണെങ്കിലും എനിക്കതൊരു ഇഷ്ടപ്പെട്ടു. അടിപൊളിയാണ്. നമ്മൾ ഈ ട്രെയിനിലൂടെ ഇങ്ങനെ പോകുമ്പോഴേ ഈ ഓരോ പാലങ്ങളുടെ സമീപത്തും അവിടെ ഇവിടെയും കാട്ടിലും അവിടെ ഇവിടെയൊക്കെ പട്ടാളക്കാർ തോക്കും പിടിച്ച് നിൽക്കുന്ന കാണാൻ സാധിക്കും. ജമ്മുവിൽ കയറി കഴിയുമ്പോഴത്തേക്കിനും ഇതിപ്പോൾ കാണുന്നൊരു കാഴ്ചയല്ല. പണ്ട് മുതൽ ഞാൻ ഈ റൂട്ടിൽ യാത്ര ചെയ്തപ്പോഴൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൊരു കാഴ്ചയാണ്. പല സ്ഥലത്തും സെക്യൂരിറ്റി മെഷേഴ്സിൻ്റെ ഭാഗമായിട്ട് പലയിടത്തും നമുക്ക് പട്ടാളക്കാർ നിൽക്കുന്ന കാണാം. ഇതെന്തുപടി ഇത്? പാട്ടൊക്കെ വെച്ചേക്കുന്നോ? സ്പീക്കറൊക്കെ കൊണ്ടുവന്നിട്ട് പാട്ടൊക്കെ വെച്ചേക്കുന്നു ട്രെയിനിനകത്ത്. ഇതൊന്നും പറയണ്ട, എന്തോ കഷ്ടമാണ്. നമ്മളിപ്പോൾ ജമ്മു എത്തി. ജമ്മു താവി, ഗാസിയാബാദ് ലോക്കോ, WAP4 ലോക്കോ, അങ്ങനെ പല പല ലോക്കോ കുറേ ലോക്കോ കിടക്കുന്നുണ്ട്. അതിന്റെ വീഡിയോ എടുക്കണം. ഓക്കെ, അതിന്റെ വീഡിയോ എടുക്കാൻ. WAP7 WDP4D ഉണ്ട് കേട്ടോ. WDP4D ഇപ്പം പറയുന്നതൊക്കെ ഭയങ്കര കറക്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ. അതുകൊണ്ട് അതിൻ്റെ എഴുതി വെച്ചിരിക്കുന്നില്ല WDP4D. ഇത് ലുധിയാനയുടെ WAP7. ഇതൊന്നും വായിച്ച് പറയുന്നതല്ല ആശാൻ. ഇതൊക്കെ ആ ഫോട്ടോയിൽ WDG4G ആണെന്നാണ് ഋഷി പറയുന്നത്. അതൊക്കെ ഫോട്ടോ കണ്ട് ഐഡന്റിഫൈ ചെയ്ത് പറയുന്നതാണ്. അബിയുടെ പഠിപ്പീരാണ്. ഈ കിടക്കുന്ന പഴഞ്ചൻ ട്രെയിൻ കണ്ടോ? ഇത് ബേഗംപുര എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ട്രെയിനാണ്. അതായത് ജമ്മു താവിന്ന് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് വാരണാസി വരെ പോകുന്ന ട്രെയിനാണത്. വാരണാസി. അങ്ങനെ നമ്മുടെ ട്രെയിൻ ജമ്മു താവിയിൽ നിന്നും SVDK ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീ മാതാ വൈഷ്ണോ ദേവി കത്ര. ഇനിയും അങ്ങോട്ട് കുറേ ടണലുകളും മറ്റുമൊക്കെ ഉണ്ടാവും. വാവ്, ഇത് കണ്ടോടാ ബി, നോക്കണം. എന്തുവാടാ ഇത്? അപ്പപ്പായോ? ഋഷിയോ? ഇവിടെ എന്തോ നോക്കിയേ. എനിക്ക് വയ്യ. എന്തൊക്കെയോ ഇതുപോലെയുള്ള വലിയ വലിയ പാലങ്ങൾ ധാരാളമുള്ള ഒരു റൂട്ടാണ് നമ്മളിപ്പോൾ പോകുന്ന ജമ്മു, കത്ര, ബാരാമുള്ള, ശ്രീനഗർ എന്ന് പറയുന്ന ഒരു റൂട്ടെന്ന് പറയുന്നത്. കണ്ടില്ലേ? അടിപൊളി. അപ്പോൾ ഈ പാലത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നമുക്ക് മറ്റേ പട്ടാളക്കാരുടെ പോസ്റ്റുകൾ കാണാൻ സാധിക്കും. കണ്ടില്ല? അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. 2 സൈഡിലും പട്ടാളക്കാരുടെ പോസ്റ്റുകൾ നമുക്ക് കാണാം. കണ്ടോ? പട്ടാളക്കാരൊക്കെ തോക്കും പിടിച്ച് നിൽക്കുന്നതൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ആ ഒരു വലിയ പാലത്തിലൂടെ ആ ട്രെയിൻ പോകുന്ന വിഷ്വൽ കാണാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ. എന്ത് ഭംഗിയായിരുന്നു ആ വലിയ പാലത്തിലൂടെ ട്രെയിൻ പോകുന്ന കാണാൻ. അടിപൊളി.
ഭയങ്കര ഭംഗിയാണ്. ഇപ്പോൾ ഫുള്ള് പച്ചപ്പൊക്കെ ആയിട്ട് ഇപ്പം ഭയങ്കര നല്ല സമയമാണല്ലോ. ഇപ്പോൾ നമ്മുടെ ശരിക്കും നമ്മൾ ഈ കഴിഞ്ഞ ദിവസം നടന്ന പഹൽഗാം അറ്റാക്കിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്തൊക്കെ ഈ ഭാഗങ്ങളിലുള്ള ആളുകളൊക്കെ ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ട് ദുരിതം അനുഭവിച്ചതാണ്. അന്ന് അപ്പം മാത്രമല്ല, പലപ്പോഴായിട്ട് പല വർഷങ്ങളായിട്ട് ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിനുശേഷം ഇവിടേക്കൊക്കെയുള്ള ട്രാവലേഴ്സിൻ്റെ വരവിനും മറ്റൊന്നും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഈ ട്രെയിൻ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരും. ഫുള്ളാണ് ട്രെയിനൊക്കെ, ഡൽഹിയിൽ നിന്ന് തന്നെ ഫുള്ളാണ് ഈ ട്രെയിൻ. ശരിക്കും ഉണ്ടല്ലോ, നമുക്കിപ്പോൾ കന്യാകുമാരി മുതൽ അങ്ങ് കശ്മീർ വരെ നമുക്ക് ഇന്ത്യൻ റെയിൽവേയിൽ യാത്ര ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത്. പുതിയതായിട്ട് ജമ്മു റെയിൽവേ ഡിവിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റെയിൽവേ ഡിവിഷൻ 2025 നമ്മുടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ദിവസം, മറ്റേ ആ ഒരു പുതിയ ട്രെയിനിൻ്റെ സമയമായപ്പോഴത്തേക്കിന്. അപ്പോൾ അത്തരത്തിലുള്ള ഭയങ്കര വലിയ ഡെവലപ്മെൻറ്റാണ് ഈ ജമ്മു ലേ ഈ ഭാഗത്ത്, ശ്രീനഗർ ഭാഗത്തൊക്കെ നടക്കുന്നത്. ശരിക്കും ഈ ശ്രീനഗറിൽ നിന്നും ലേയിലേക്ക് റെയിൽവേ ലൈൻ നിർമ്മിക്കുന്നതിൻ്റെ പദ്ധതികളൊക്കെ പ്ലാനിങ്ങിലുണ്ട്. തൽക്കാലം അത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയുടെ പ്രശ്നങ്ങൾ കാരണം ഹോൾഡിലാണ്. പക്ഷേ ഭാവിയിൽ ശ്രീനഗറിൽ നിന്ന് ലേയിലേക്കും അതേപോലെ തന്നെ ചിലപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ലേയിൽ നിന്ന് മണാലിയിലേക്കൊക്കെ ചിലപ്പോൾ റെയിൽവേ ലൈനുകൾ വരുമായിരിക്കാം, നമുക്കറിയില്ല. അപ്പോൾ അത്തരത്തിൽ ധാരാളം റെയിൽവേ റൂട്ടുകളും ലൈനുകളും ഈ ശ്രീനഗർ ഭാഗത്ത് പ്ലാനിങ്ങിലാണ്, പലതിൻ്റെയും വർക്ക് നടക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള വലിയൊരു മാറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഒരു ചെനാബ് പാലം പണി കഴിപ്പിച്ചതും അതിനുശേഷം വളരെ ഈസി ആയിട്ട് ജമ്മുവിൽ നിന്ന് നമുക്ക് ശ്രീനഗർ വരെ യാത്ര ചെയ്യാൻ സാധിക്കുന്നത്. ശരിക്കും ജമ്മുവിൽ നിന്ന് ശ്രീനഗർ വരെ ബൈ റോഡ് പോകണമെങ്കിൽ മിനിമം 7 മണിക്കൂർ ട്രാവൽ ചെയ്യണം, മിനിമം 7 മണിക്കൂർ. ട്രാഫിക്കൊക്കെ വന്ന് വിൻ്റർ സമയത്തൊക്കെ ആണെങ്കിൽ മിനിമം ഒരു 10 മണിക്കൂർ 15 മണിക്കൂറൊക്കെ ചില സമയത്ത് റോഡൊക്കെ ബ്ലോക്കായി കിടക്കുന്ന അവസ്ഥയാണ്. പക്ഷേ ഏത് കാലാവസ്ഥയിലും നമുക്ക് കേവലം 2.5 മണിക്കൂർ കൊണ്ട് ഖത്രയിൽ നിന്നും ശ്രീനഗർ വരെ യാത്ര ചെയ്യാൻ സാധിക്കും. അതായത് ഒരു 3-3.5 മണിക്കൂർ കൊണ്ട് ജമ്മുവിൽ നിന്ന് ശ്രീനഗർ വരെ ഇപ്പോൾ യാത്ര ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു റൂട്ട് ഓപ്പൺ ആയപ്പോൾ ഉള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഈ വണ്ടിയിൽ എന്തൊക്കെ സൗണ്ടാണെന്നറിയോ നിങ്ങൾക്ക്? അതായത് ഇവിടെ ഒരാൾ റീല് കാണുന്നു, അവിടെ ഒരാൾ വീഡിയോ കോൾ വിളിക്കുന്നു, അപ്പുറത്തെ ഒരാൾ റീല് കാണുന്നു, എല്ലാവരും അപ്പുറത്തെ ഒരാൾ മറ്റേ സ്പീക്കറിനകത്ത് പാട്ട് വെച്ചുകൊണ്ടിരിക്കുന്നു. ആഹാ, എന്താ പൊന്നോ, ഞാൻ സംസാരിക്കുന്ന പോലെ ഞങ്ങൾ അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന പോലെ ഞങ്ങൾക്ക് കേൾക്കുന്നില്ല, അത്രയ്ക്ക് ബഹളമായി വണ്ടിക്കകത്ത്. നമ്മളിപ്പോൾ ശരിക്കും ഉധംപൂർ എത്തി. ഈ ജമ്മുന്ന് നമ്മുടെ ഖത്ര പോകുന്ന വഴി ശരിക്കും ബൈ റോഡാണ് എളുപ്പം, പെട്ടെന്നെത്തും. ഉധംപൂർ വഴി ചുറ്റിക്കറങ്ങിയാണ് റെയിൽ പോകുന്നത്. പണ്ട് ഞാനും അബിയും കൂടെ നമ്മുടെ ഇന്ത്യ ഓൺ റെയിൽസ് നടത്തിയ സമയത്ത് അബി ജമ്മു താവിന്ന് ഇറങ്ങിപ്പോയിട്ട് ഖത്ര വരെ കാറിന് വരികയും ഞാൻ ട്രെയിനിൽ പോവുകയും ചെയ്തായിരുന്നു. എൻ്റെ അമ്മോ, ഇതിനകത്തൊന്നും വെള്ളമില്ല കേട്ടോ, അല്ലേ? വെള്ളം തീരെയില്ല. മഴക്കാറുണ്ട് പല സ്ഥലത്തും, അവിടെ ഇവിടെയൊക്കെ മഴക്കാർ എങ്ങനെ കാണാം. മൊത്തം ടണലുകളും പാലങ്ങളുമാണ് ഈ വഴി മൊത്തം. അത്രയും എക്സ്പെൻസീവാണ് ഇവിടെയൊക്കെ. ഈ ഒരു മൗണ്ടനിലൊക്കെ ഇത്തരത്തിലുള്ള ട്രാക്ക് ഉണ്ടാക്കുന്നതും ട്രെയിൻ ഓടിക്കുക എന്നൊക്കെ പറയുന്നത് കൺസ്ട്രക്ഷൻ തന്നെ ഭയങ്കര എക്സ്പെൻസീവാണ്. നമ്മളങ്ങനെ ഖത്ര എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഖത്ര അങ്ങ് ദൂരെ മലയുടെ മേളിലൊക്കെ എന്തൊക്കെയോ കാണാം കേട്ടോ. അവരായിരുന്നു അപ്പോൾ ഇത്ര നേരം ഇവിടെ ബഹളം ഉണ്ടായിരുന്നത്. ഇവിടെ മൊത്തം മുമ്പിലൊരു ഫാമിലി ഉണ്ടായിരുന്നേ. എൻ്റെ ദൈവമേ, എന്ത് ബഹളമായിരുന്നറിയോ ഫുള്ള്. അവരിവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനകത്ത് സമാധാനമായി. സത്യം. അതാണ് നമ്മുടെ ഹോട്ടൽ, നമ്മളിന്ന് അവിടെ താമസിക്കാൻ പോകുന്നത്. ഇവിടെ ശരിക്കും അങ്ങ് ദൂരെ മലമുകളിൽ നമുക്ക് നമ്മുടെ വൈഷ്ണോദേവി ക്ഷേത്രം കാണാൻ സാധിക്കും. ഞാൻ പണ്ട് ആ വൈഷ്ണോദേവി ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട്. നമ്മൾ അബിയായിട്ട് നമ്മൾ വന്ന സമയത്ത് ആ വൈഷ്ണോദേവി ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട്. അത് നമുക്ക് അങ്ങ് ദൂരെ മലമുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ ശ്രീ മാതാ വൈഷ്ണോദേവി ഖത്ര എന്ന് പറയുന്ന ആ സ്റ്റേഷനിലേക്ക് എത്തി. ഇവിടെ ഒരു ട്രെയിൻ കിടപ്പുണ്ട്. ഇത് ഇവിടെ നിന്ന് സുബേദ്ഗർ ഗഞ്ച് എന്നൊക്കെ പറഞ്ഞ ഏതൊരു സ്ഥലത്തേക്കൊക്കെ പോകുന്ന ട്രെയിനാണ്. എൻ്റെ മുമ്പിലത്തെ ആ ഒരു ഫാമിലി ഇരുന്ന സ്ഥലം നോക്കി കണ്ടോ, അവിടെ ഇത് കണ്ടോ കച്ചറയാക്കിയിട്ടിരിക്കുന്നുണ്ടല്ലോ ഇവിടെ ഫുൾ. നോക്ക് കണ്ടോ, അവരിവിടെ ഫുൾ കച്ചറയാക്കി ഇടുകയും ചെയ്തു. അവരിവിടെ ബാക്കി മൊത്തം കച്ചറാക്കുകയും ചെയ്തു. ഖത്ര എത്തി, ഇറങ്ങി പോണോ? ഞാൻ ഇറങ്ങുന്നില്ല, ഞാൻ ഇതിനകത്ത് തന്നെ ഇരിക്കാൻ പോവാ. വേഗം. ഇന്ത്യൻ റെയിൽവേസ് വെൽക്കംസ് യു ടു ഖത്ര. താങ്ക് യു ഫോർ ട്രാവലിംഗ്. ശ്രീ മാ വൈഷ്ണവ് ദേവി ഖത്ര. താങ്ക് യു ഫോർ ട്രാവലിംഗ് വിത്ത് വന്ദേ ഭാരത് എക്സ്പ്രസ്. ഇനി ഇവിടെ നിന്ന് ശരിക്കും ഇതിപ്പം 2:15 എത്തുന്നത്. ഇവിടെ നിന്ന് 3 മണിക്കാണ് അടുത്ത വന്ദേ ഭാരത് നമ്മുടെ ശ്രീനഗർക്കുള്ളത്. പക്ഷേ നമ്മളിന്നല്ല, നമ്മൾ നാളെ പോകുന്നത്. അതെങ്ങനെയാണ് പോകുന്നത് നമുക്ക് നോക്കണം. കാരണം അതിന് സെക്യൂരിറ്റി ചെക്കൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് പോകാനുള്ള ആൾക്കാരൊക്കെ നേരത്തെ ഇറങ്ങി പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ജമ്മുന്ന് കയറി ഡൽഹിയിൽ നിന്ന് കയറി വന്നു കഴിഞ്ഞാൽ
ഇതേ ദിവസം തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് ശ്രീനഗറിലേക്ക് ട്രെയിനിൽ പോകാൻ പറ്റും. ഇവിടുന്ന് കണക്റ്റിംഗ് വന്ദേ ഭാരത് ഉണ്ട്. രാവിലെ ഡൽഹിയിൽ നിന്ന് കയറണം, വൈകിട്ട് ശ്രീനഗർ എത്താം. ഈസി. നടക്ക്. അങ്ങനെ ഞങ്ങൾ ശ്രീ മാതാ വൈഷ്ണോദേവി കത്ര എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. കത്ര എന്ന് പറയുന്നത് ശരിക്കും ഇവിടുത്തെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. വലിയ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് കത്ര എന്ന് പറയുന്നത്. അവിടേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഈ തീർത്ഥാടന കേന്ദ്രം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ശ്രീനഗർക്ക് പോകുന്ന ആ ഒരു വഴിയിലാണ്. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ എവിടെ എത്തി? യെസ്, ഖത്തറ എത്തി. ട്രെയിനിന് മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണ്. എൻ്റെ അമ്മോ, ഇവിടെ ആൾക്കാർ ഫോട്ടോ എടുക്കാനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനകത്തേക്കൊക്കെ വലിഞ്ഞു കയറുന്നുണ്ടായിരുന്നു. അവന്മാർ ഓടിച്ചു വിട്ടു അന്നത്തെ അവസാനം. അത്രയും എന്താ പറയുക, ഇതായിരുന്നു ആളുകൾക്ക്. അങ്ങനെ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ പുറകിൽ തന്നെ അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടോ, ആ കാണുന്ന ഹോട്ടലാണ് നമ്മൾ താമസിക്കാൻ പോകുന്നത്. അതാണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു ഹോളിഡേ ഇൻ ഉണ്ട്. ചെറിയ പൈസയ്ക്ക് റൂം കിട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ ബുക്ക് ചെയ്തായിരുന്നത്. ഒരു ദിവസം ഡൽഹിയിൽ നിന്ന് ഇവിടേക്ക് 2 വന്ദേ ഭാരത് ട്രെയിനുകൾ വരുന്നുണ്ട്. ഒന്ന് രാവിലെ ഡൽഹിയിൽ നിന്ന് വിടും, ഒന്ന് ഇതിപ്പോൾ രാവിലെ വിട്ടിട്ട് വന്നത് തിരിച്ചു പോകും. ഇവിടെ നിന്ന് ഉച്ചയ്ക്ക് തിരിച്ചു പോകും. ഒന്ന് ഉച്ചയ്ക്ക് വിടും, അതിവിടെ വന്നിട്ട് അടുത്ത ദിവസം തിരിച്ചു പോകും. അങ്ങനെയാണ്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ശ്രീനഗറിനും ഒരു ദിവസം 2 ട്രെയിനുണ്ട്. വന്ദേ ഭാരത് ആണുള്ളത്. അതൊന്ന് രാവിലെ വിടും, ഒന്ന് ഉച്ചയ്ക്ക് വിടും. അങ്ങനെയാണ് പരിപാടികൾ. ആൾക്കാരൊക്കെ ഇവിടെ നിലത്ത് കിടക്കുകയാണ്. നോക്കി ഉറങ്ങുന്ന, അവിടെ താഴെയൊക്കെ കിടന്ന് ഉറങ്ങുന്ന ആൾക്കാർ. പൊന്നു, എന്തല്ലേ ഈ തീർത്ഥാടന കേന്ദ്രങ്ങളിലെല്ലാം വന്നു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. ഒരു സ്ഥലം എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ കിടന്ന് ഉറങ്ങും അല്ലേ. ഈ കിടക്കുന്നതാണ് മറ്റേ ശ്രീനഗറിന് പോകുന്ന വന്ദേ ഭാരത്. അവിടെ പ്ലാറ്റ്ഫോമിൽ മൊത്തം പോലീസുകാരും പട്ടാളക്കാരും തോക്കും പിടിച്ച് AK-47 പിടിച്ച പട്ടാളക്കാരും പോലീസുകാരൊക്കെയാണ്. ഇത് ചെറിയ വന്ദേ ഭാരതമാണ്. നമ്മൾ നാളെ ഇതിൽ പോകും. നിങ്ങൾ ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഈ 1ാം പ്ലാറ്റ്ഫോമിൽ കൂടെ ആയിരിക്കും ഇവിടുത്തെ ശ്രീനഗർ വന്ദേ ഭാരത് പോകുന്നത്. അതിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചെന്ന് ഇതിലേ കൂടെ ഇറങ്ങി എക്സിറ്റ് ചെയ്ത് സെക്യൂരിറ്റി ചെക്ക് എല്ലാം വീണ്ടും കഴിഞ്ഞിട്ട് വേണം അതിൽ വന്ന് കയറാൻ. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വേണ്ടി ഈ കാണുന്ന നമ്മുടെ ഹോട്ടലിലേക്ക് പോകാം. നമുക്ക് ആ ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ചെയ്തിട്ട് ബാഗ് അവിടെ വെച്ചിട്ട് നമുക്ക് പിന്നെ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകണമെങ്കിൽ അതിൻ്റെ പരിപാടികളൊക്കെ നോക്കാം. നല്ല ചൂടാണ് കേട്ടോ. ജമ്മു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഭയങ്കര ചൂടാണ് ഇവിടെ. അങ്ങനെ നമ്മൾ നടന്ന് ഹോട്ടലിലേക്ക് എത്തി. ഇവിടെ ശരിക്കും ഈ ഭാഗത്ത് നിങ്ങൾ വരികയാണെങ്കിൽ, വൈഷ്ണോദേവിയിലൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ താമസിക്കാൻ പറ്റിയ അടിപൊളി ഹോട്ടലാട്ടോ ഇത്. ആ ये भी चाहिए? ठीक है. എന്താ വേണം ഇനി? ഇത് കണ്ടോ ശ്വേതാ, ഇന്ന് രാത്രി വരെ ആശ വേണം ഇവിടെ ഇരിക്കും. രാത്രി ഉറങ്ങാതെ വേണേലും ഇവിടെ ഇരിക്കും. നോക്കി നമ്മുടെ ഹോട്ടൽ റൂമിൽ നിന്നുള്ള വ്യൂ ഉണ്ടോ? അവിടെ മുമ്പിൽ അവിടെ ഒരു ഹെലിപാഡൊക്കെ കാണാം. അവിടെ ആയിട്ട് അവിടെ ദൂരെ ഹെലിപാഡ് കണ്ടോ? പിന്നെ നമുക്കിവിടെ നമ്മൾ വന്ന ഓറഞ്ച് വന്ദേ ഭാരത് കാണാം. നമ്മുടെ കത്ര റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത്. ആൻഡ് ഈ റൂം ശരി എത്ര രൂപയ്ക്ക് ബുക്ക് ചെയ്തതെന്ന് അറിയാമോ? 4000 രൂപ വിത്ത് ബ്രേക്ക്ഫാസ്റ്റ്. 4000 രൂപ വിത്ത് ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ഹോളിഡേ ഇന്നിൻ്റെ ഡയമണ്ട് മെമ്പർ ആയതുകൊണ്ട് അവർ അപ്ഗ്രേഡ് ചെയ്ത് തരും. അത് വിത്തൗട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞാൻ ബുക്ക് ചെയ്തത്. ഇതൊരു സ്വീറ്റ് റൂം ആണ്. ഓടിക്കളിക്കാവുന്ന റൂമുണ്ട്. എന്ത് വലിയ റൂമാണെന്നേക്ക്. ഇവിടെ ഒരു TV ഉണ്ട്. പിന്നെ ഇവിടെ ഇതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ചുമ്മാ ഒരു സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം വെജാണ്. അതായത് ഈ കത്ര എന്ന് പറഞ്ഞ സ്ഥലം എന്ന് പറയുന്നത് എൻറ്റയർലി വെജാണ്. ഇവിടെ നോൺ വെജ് കിട്ടൂല. അതുകൊണ്ടായിരിക്കും ട്രെയിനിലൊക്കെ ഫുള്ള് വെജ് സംഭവങ്ങളൊക്കെ ഉള്ളത്. റൂം ടൂർ ചെയ്യാം, അത് കഴിഞ്ഞ് ട്രെയിൻ കാണാം. അവരവിടെ ട്രെയിനും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇവിടെ കയറി വരുമ്പോൾ തന്നെ ലിവിംഗ് റൂമിലുള്ള ഒരു ടോയ്ലറ്റ് ആണ് ഈ കാണുന്നത്. ദിസ് ഈസ് ജസ്റ്റ് എ ടോയ്ലറ്റ്. ഒരു ലിവിംഗ് റൂമിലെ ടോയ്ലറ്റ്. പിന്നെ എവിടെ റൂം എവിടെ? ഇതാണ് നമ്മുടെ മുറി. ജക്കൂസി ഉണ്ടോ? എവിടെ? അത് ടബല്ലേ? ആ ബാത്ത് ടബുണ്ട്. പിന്നെ ഇവിടെ ഷവർ ഏരിയ ഉണ്ട്. ഇത് പൊളിച്ച് കിടിലം മുറി. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ബെഡ്റൂം. ഇവിടെ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് വൈഷ്ണോദേവി ക്ഷേത്രം കാണാൻ പറ്റും. അതായത് ഈ കാണുന്ന വഴികളിലൂടെ നടന്ന് കയറിയാണ് ഞാനും അബിയും കൂടെ വൈഷ്ണോദേവി ക്ഷേത്രത്തിൽ പോയതും തിരിച്ച് ഹെലികോപ്റ്ററിൽ പറന്നിറങ്ങി വന്നതും. അങ്ങ് ദൂരെ മുകളിൽ നമുക്ക് ക്ഷേത്രം കാണാൻ സാധിക്കും. ഇത് വ്യൂ അല്ലേ ശ്വേത? അത് പൊളിച്ചു. അതായത് ഒരു സൈഡിൽ ക്ഷേത്രവും ഒരു സൈഡിൽ നമുക്ക് റെയിൽവേ സ്റ്റേഷനും കണ്ടുകൊണ്ടിരിക്കാം. പിന്നെ ഇത് നമ്മുടെ ആ ഒരു കത്ര നഗരത്തിന്റെ റെയിൽവേ സ്റ്റേഷന്റെ പരിസരം. പിന്നെ ആ ദൂരെ കെട്ടിടങ്ങളൊക്കെ കാണുന്നില്ലേ, അതാണ് ടൗൺ ഏരിയ എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ദ പ്ലേസ്. സൂപ്പർ അല്ലേ? ഇഷ്ടപ്പെട്ടു. എന്തായാലും ഭയങ്കര ലോട്ടറി ആയിപ്പോയി. നമ്മളിനി മേളിൽ പോവാം. ഇഫ് യു വാണ്ട് വി ക്യാൻ ഗോ. പക്ഷെ നമുക്കിപ്പോ സമയമില്ല.
നടക്കാൻ വില്ലിങ് ആണെന്നുണ്ടെങ്കിൽ നടന്ന് കയറി മേളിൽ പോയിട്ട് തിരിച്ചു വരാവുന്നതേ ഉള്ളൂ. ഒരു മിനിമം ഒരു 4-5 മണിക്കൂർ നടക്കേണ്ടി വരും. തിരിച്ചിറങ്ങി വരാൻ അത്രയൊക്കെ തന്നെ നടക്കേണ്ടി വരും. പിന്നെ ഹെലികോപ്റ്റർ ഉണ്ട്. ഹെലികോപ്റ്ററൊക്കെ നേരത്തെ ബുക്കിംഗ് ആണ്. ഞാൻ കുറെ നോക്കിയായിരുന്നു, കിട്ടിയില്ലായിരുന്നു. പിന്നെ എന്തോ വണ്ടിയൊക്കെ ഉണ്ട്, അതും ബുക്കിംഗ് ആണ്. പോകാനുള്ളത് മാത്രമല്ലല്ലോ, വരാനുള്ളതും കിട്ടണം. സോ ഈസിയാണ് ഇപ്പോൾ പോയിട്ട് വരാനൊക്കെ. പക്ഷേ ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടുകളും മറ്റുമൊക്കെ ഉണ്ട്. നടന്നു പോകുന്നവർക്ക് നടന്നു പോകാം. ശബരിമലയൊക്കെ ഉള്ള പോലെ തന്നെ. ശബരിമല ഇവർ നടന്നു പോകാൻ മാത്രമേ പറ്റുള്ളൂ. ഇവിടെ ബാക്കിയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. സോ നോർത്ത് ഇന്ത്യയിലെ ഒരു ശബരിമലയാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. വേറൊരു കാര്യമുണ്ട്, ഇവിടെ ശ്രീനഗറിലും അതേപോലെ തന്നെ ജമ്മു കാശ്മീരിലും ലേയിലും ഒക്കെ വരുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് ഇപ്പോൾ പ്രീപെയ്ഡ് സിം വർക്ക് ചെയ്യത്തില്ല. നമ്മുടെ പോസ്റ്റ് പെയ്ഡ് ഉള്ളവർക്ക് ഇവിടെ വർക്ക് ചെയ്യുള്ളൂ. ഇനി നിങ്ങൾക്ക് സിം വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് പ്രീപെയ്ഡ് സിം നമ്മൾ എടുക്കണം, എന്നാൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. പക്ഷെ എന്തായാലും ബാക്കി വീഡിയോസ് നമ്മളിനി ശ്രീനഗർ പോകും, നമ്മളവിടെ നിന്ന് ലഡാക്കിലേക്ക് പോകും, ലേ പോകും, പഹൽഗാം പോകും, അല്ലേ? അങ്ങനെ പല സംഭവങ്ങളും പോകും. ഒരാൾ അവിടെ ട്രെയിൻ കാണാൻ പോയിരിക്കുകയാണ് കേസ്. ഋഷ വീഡിയോ അവസാനിപ്പിക്കണ്ടേ? വീഡിയോ എന്റെ ഉണ്ടേ. അവനിവിടെ ട്രെയിനും കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ നാളെ കാണാം. നാളെ അല്ല, അടുത്ത ദിവസം കാണാം മറ്റൊരു വീഡിയോയുമായിട്ട്. അതിലേക്കും we are busy enjoying the train.